Namaste children. Now we are going to study about history. നമുക്ക് കുറച്ച് ചരിത്രം പഠിക്കാം. നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്ന് ടീച്ചർ തിരക്കുന്നില്ല. വിദ്യാലയത്തിലെത്താതെയും ഫ്രണ്ട്സിനെ കാണാതെയൊക്കെ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഏതവസ്ഥയിലും നമുക്കതെല്ലാം അതിജീവിച്ചല്ലേ പറ്റും. അപ്പോൾ ഓക്കെ, now we are going to study history. In this book, ഇതാണ് നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി പുസ്തകം, ഹിസ്റ്ററി ബുക്ക്. In this book in 7th standard we learn about 1000 years from 700 and 1750s. 1000 years are a long stretch of time in any society exhibit great changes. In this chapter, let's examine the changes in various aspects of our country, India. Okay, once more. In this book, our part 2nd in 7th standard, we learn about 1000 years from 700 and 1750s. 700-നും 1750-നും ഇടയ്ക്കുള്ള ചരിത്രമാണ് നാം ഈ ബുക്കിൽ പഠിക്കുന്നത്. 1000 years are a long stretch of time in any society exhibit great changes. 1000 വർഷങ്ങളുടെ ചരിത്രമെന്ന് പറഞ്ഞാൽ ഏത് സമൂഹത്തിലും അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് in this chapter let's examine great changes in various aspects of our country, India. നമ്മുടെ രാജ്യത്തും എന്താണ് വളരെയധികം മാറ്റങ്ങളാണ് ഈ 1000 വർഷത്തെ ചരിത്രം നമുക്ക് നൽകുന്നത്. So let's start with the chapter tracing changes through 1000 years. നമുക്ക് ഈ അധ്യായം തുടങ്ങാം. 1000 വർഷത്തെ നമ്മുടെ മാറ്റങ്ങൾ, നമ്മുടെ ചരിത്രപരമായ നമ്മുടെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ്ലി മാപ്പ്. നമ്മൾ ആദ്യമായി മേപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മേപ്പുകളുടെ നിർമ്മാണത്തിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ, മാപ്പ് ഫസ്റ്റ് വാസ് മെയ്ഡ് ഇൻ 1154 CE ആൻഡ് അറബ് ജിയോഗ്രാഫർ അൽ ഇദ്രിസി. ആദ്യമായി 1154 അറബ് ജിയോഗ്രാഫറായ അൽ ഇദ്രിസി അദ്ദേഹം ഒരു മാപ്പ് നിർമ്മിച്ചു. മാപ്പ് സെക്കൻഡ് വാസ് മെയ്ഡ് ഇൻ 1720s ബൈ എ ഫ്രഞ്ച് ക്രറ്റോഗ്രാഫർ. ഏകദേശം ആഫ്റ്റർ 600 years ഇദ്രിസീസ് മാപ്പ് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ശ്രീലങ്ക, ഇത് ഐലൻഡ് അറ്റ് ദ ടോപ്പ്. നിങ്ങൾ ആ മാപ്പ് പുസ്തകത്തിലെ മാപ്പ് ശ്രദ്ധിക്കണം. അൽ ഇദ്രിസീസിൻ്റെ മാപ്പിൽ കാണാം, അതിൽ കൊടുത്തിരിക്കുന്നത് കുറേ അറബ് വേർഡ്സ് ആണ്. അത് പോയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ശ്രീലങ്കയെല്ലാം ടോപ്പിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇത് ഐലൻഡ് ഒക്കെ ടോപ്പിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ മാപ്പ് സെക്കൻഡ് സീംസ് മോർ ഫെമിലിയർ ടു അസ്. പക്ഷേ ഫ്രഞ്ച് ക്രറ്റോഗ്രാഫറുടെ മാപ്പ് വളരെ സിമിലിയർ ആയിരുന്നു നമുക്ക്, മോർ ഫെമിലിയർ ടു അസ്. ദിസ് മാപ്പ് വാസ് യൂസ്ഡ് ബൈ യൂറോപ്യൻ മർച്ചൻസ്. രണ്ട് മാപ്പും വളരെ ഫെമിലിയർ ആയിരുന്നു എന്ന് വെച്ചാൽ, ദിസ് മാപ്പ് വാസ് യൂസ്ഡ് ബൈ, ഇന്നത്തെ കാലഘട്ടവും വളരെ ഫെമിലിയർ ആണ്. രണ്ടാമതുണ്ടായ 1120 മാപ്പ് എന്ന് വെച്ചാൽ, ദിസ് മാപ്പ് വാസ് യൂസ്ഡ് ബൈ യൂറോപ്യൻ മർച്ചൻസ് ആൻഡ് സെയിലേഴ്സ് ഫ്രം ദിയർ വോയേജസ്. ഈ മാപ്പ് ഉപയോഗിച്ചത് യൂറോപ്പിലെ കപ്പൽ യാത്രക്കാരും സെയിലേഴ്സും കച്ചവടക്കാരും അവരുടെ കപ്പൽ യാത്രയ്ക്ക് വേണ്ടി ഈ മാപ്പ് ഉപയോഗിച്ചിരുന്നു. The two terms are keeping cartographer and cartography. Cartographer and cartography. Cartography means the study and the practice of making maps. The study and the practice of making maps. Study and the practice of making maps. എന്താണ് cartography? Study and practice of making maps. Study and practice of
practice of making maps. Study and practice of making maps. അപ്പോൾ എന്താണ് cartography? The study and practice of making maps. മാപ്പ് നിർമ്മാണത്തെക്കുറിച്ചുള്ള പഠനമാണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്താണ് cartography എന്ന് പറയുന്നത്. എങ്ങനെയാണ് മാപ്പ് നിർമ്മിക്കേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള അലങ്കാരങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ് cartography. പക്ഷെ cartographer എന്ന് പറഞ്ഞാൽ a person who makes map, a person who makes map, a person who makes map. അപ്പോൾ cartography എന്ന് പറഞ്ഞാൽ the study and practice of making maps and അതാണ് cartography. Cartographer means a person who makes map. ആരാണോ മാപ്പ് നിർമ്മിക്കുന്നു ആ ആളാണ് cartographer. അപ്പോൾ keep remembering two words, cartography and cartographer. Cartography is the study and practice of making maps. Cartographer, a person who makes map. Then once more, in this book, our past in 7th standard, we learn about 1000 years from 700 and 1750s. 1000 years are a long stretch of time in any society exhibit great changes. In this chapter, let's examine the changes in various aspects of our country, India. So let us start with the chapter tracing changes through 1000 years. Firstly, the മാപ്പിലുണ്ടായ മാറ്റങ്ങൾ. First map was made in 1154 CE. An Arab geographer Al-Idrisi. Second was made in 1720s by a French cartographer. Two maps are quite different. Al-Idrisi's map, South India, North India, Sri Lanka, the island at the top. Al-Idrisiയുടെ മാപ്പിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ശ്രീലങ്കയും എല്ലാം ടോപ്പിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. Second map seems more familiar to us. പക്ഷെ രണ്ടാമത്തെ മാപ്പ് വളരെ നമുക്ക് 600 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത് 1720 മാപ്പ് ഉണ്ടായത്. അത് വളരെയധികം മോർ ഫെമിലിയർ ടു അസ്, നമ്മളുമായിട്ട് വളരെയധികം ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. This map was used by European merchants and sailors for their voyages. New and old terminologies. പുതിയതും പഴയതുമായ സാങ്കേതിക ഭാഷയിലുണ്ടായ മാറ്റം. ചേഞ്ചിങ് മീനിങ് ഓഫ് വേർഡ്സ്, വാക്കുകളുണ്ടായ മാറ്റം, അർത്ഥവ്യത്യാസം. It has been observed that language and its interpretation change with the change of time. The term Hindustan, example, the term Hindustan was used for the first time by Minaji Siraj, a Persian chronicler. He used the term to mean the areas of Punjab, Haryana and the lands between Ganga and Yamuna. In the 16th century, Babur, the Mughal emperor, while using the term Hindustan to mean the geography, the fauna and the culture of the inhabitants of the continent. In 14th century, poet Amir Khusro also used the term Hind at most in the same sense. എന്തെന്നാൽ ചേഞ്ച് ഇൻ മീനിങ് ഓഫ് വേർഡ്സ്, അർത്ഥത്തിലുണ്ടായ വ്യത്യാസമാണ്, ഭാഷയിലുണ്ടായ മാറ്റം. ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ എന്ന വാക്ക് 12ാം നൂറ്റാണ്ടിൽ മിനാജി സിറാജ് എന്ന ഒരു പേർഷ്യൻ ചരിത്രകാരൻ അത് ഉപയോഗിച്ചിരുന്നത്, അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നത് പഞ്ചാബ്, ഹരിയാന ആൻഡ് ദ ലാൻഡ്സ് ബിറ്റ്വീൻ ഗംഗ ആൻഡ് യമുന
ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്കുള്ള പഞ്ചാബ് ഹരിയാന ചേർന്ന പ്രദേശം മാത്രമാണ് ഹിന്ദുസ്ഥാൻ എന്നാണ് മിനാജി സിറാജ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവർ ദക്ഷിണേന്ത്യയെന്നും ഹിന്ദുസ്ഥാൻ്റെ ഭാഗമായി കണ്ടിരുന്നില്ല. എന്നാൽ 16-ാം നൂറ്റാണ്ടായപ്പോൾ മുഗൾ എംപറായ ബാബർ പറഞ്ഞത് എന്താണ്? ജിയോഗ്രഫി ആൻഡ് ദ ഫോൺ ആൻഡ് ദ കൾച്ചർ ഓഫ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. ബാബർ പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവജാലങ്ങളെയും ജന്തുജാലങ്ങളെയും നമ്മുടെ എല്ലാ വ്യവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നമ്മുടെ സംസ്കാരത്തെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം ഹിന്ദുസ്ഥാൻ എന്ന് ഉപയോഗിച്ചിരുന്നു. അതിൽ തന്നെ എന്ത് വ്യത്യാസമുണ്ട്? വെറും ദക്ഷിണേന്ത്യ ഉൾപ്പെടുത്താത്ത ഉത്തരേന്ത്യയിലെ കുറച്ച് ഭാഗങ്ങളെ മാത്രം ചേർത്തുകൊണ്ടാണ് 12-ാം നൂറ്റാണ്ടിൽ മിനാജി സിറാജ് പറഞ്ഞിരുന്നത് എന്താണ്? ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നത്. ഇൻ ദ 14th century അതുപോലെ ബാബറുടെ അതേ എന്തായിരുന്നു? ബാബറെ പോലെ തന്നെ ചിന്തിച്ച ഒരാളായിരുന്നു പേർഷ്യൻ പോയിറ്റായ അമീർ ഖുസ്രു. അദ്ദേഹവും ഹിന്ദ് എന്ന പേര് ഉച്ചരിക്കുന്നത് ഇന്ത്യയുടെ ജിയോഗ്രഫി, ദ ഫോൺ ആൻഡ് ദ കൾച്ചർ ഓഫ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. അമീർ ഖുസ്രുവും അതേ സെൻസിലാണ്, അതേ സെയിം സെൻസിലാണ് ബാബർ ഉദ്ദേശിച്ചിരുന്നത് പോലെയാണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവജാലങ്ങളെയും നമ്മുടെ പരിസ്ഥിതിയും എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ബാബർ പറഞ്ഞതുപോലെ തന്നെയാണ് അമീർ ഖുസ്രുവും പറഞ്ഞത്. എന്താണ്? ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരവും എല്ലാം കൂടി ചേർന്നതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അനദർ എക്സാമ്പിളാണ് എ സിമ്പിൾ ടൈം ലൈക്ക് ഫോറിനർ. ടുഡേ വി യൂസ് ഫോറിനർ, someone who is not an Indian. ഇന്ത്യൻ അല്ലാത്ത ഒരാളാണ് നാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടുഡേ ടു മീൻ someone who is not an Indian. ഒരു ഇന്ത്യൻ ഇല്ലാത്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ ഫോറിനർ എന്ന് ഉപയോഗിക്കുന്നത്. വിദേശി എന്നുള്ള രീതിയിൽ. പക്ഷേ പണ്ട് കാലത്ത് ഈ മിഡീവൽ പീരീഡിൽ ദ ടൈം ഫോറിനർ വാസ് യൂസ്ഡ് ഫോർ എനി സ്ട്രേഞ്ചർ ഹു അപ്പിയർഡ് സേ ഇൻ എ ഗിവൺ വില്ലേജ്. The term foreigner was used for any stranger who appeared say in a given village, some who was not a part of that society or culture. എന്താന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് വരുന്ന ആ വ്യക്തിയെ പോലും അവർ ഫോറിനർ എന്നാണ് അവർ വിളിച്ചിരുന്നത്, വിദേശി എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ള വന്നു കയറിയ ഗ്രാമത്തിലുള്ള അവരുടെ സമൂഹവുമായിട്ടും അവരുടെ കൾച്ചറുമായിട്ടും അവർ ബന്ധമല്ലാത്തത് കൊണ്ട് അവർ വിദേശി എന്നാണ് കരുതിയിരുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് വിദേശി എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയുള്ളവരെ വിദേശി എന്ന് പറയുന്നത്? വിദേശ രാജ്യങ്ങളിലുള്ള അല്ലേ വ്യക്തികളെയാണെന്ന് വെച്ചാൽ സമൂഹം ഈസ് നോട്ട് എ ഇന്ത്യൻ അല്ലാത്തവരെ. ഇൻ ദിസ് സെൻസ് എ ഫോറസ്റ്റ് ഡ്വെല്ലർ someone who was not a part of that society or culture. അപ്പോൾ ഈ രീതിയിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഫോറിനർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് വരുന്നവരെ പോലും വിദേശി എന്നാണ് കരുതിയിരുന്നത്. ഇൻ ദിസ് സെൻസ് എ ഫോറസ്റ്റ് ഡ്വെല്ലർ someone who was not a part of that society or culture. ഈ രീതിയിൽ എന്താണ്? ഒരു കാട്ടിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നാലും ഗ്രാമത്തിലേക്ക് വന്നാൽ അവരെ എന്തായിട്ട് കരുതിയിരുന്നത്? വിദേശി എന്നുള്ള രീതിയിലായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ടേം ഹിന്ദുസ്ഥാൻ എന്ന് ഉപയോഗിച്ചിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ വാട്ട് വേസ് ദ മീനിങ് ഓഫ് ദ ടേം ഹിന്ദുസ്ഥാൻ ചേഞ്ച്ഡ് ഓവർ ദ സെഞ്ച്വറീസ്. എന്നുവെച്ചാൽ ഹിന്ദുസ്ഥാൻ എന്ന വേർഡിൻ്റെ അർത്ഥം നൂറ്റാണ്ടുകൾ മാറുംതോറും ആ അർത്ഥത്തിനുണ്ടായ മാറ്റം എന്താണ്? അപ്പം നമുക്ക് മിനാജി സിറാജും ബാബറും അമീർ ഖുസ്രുവും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഫോറിനർ എന്ന വേർഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടുഡേ ടു മീൻ ഫോറിനർ എന്ന വേർഡ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഹു വാസ് കൺസിഡേർഡ് ഫോറിനർ ഇൻ ദ പാസ്റ്റ്? പഴയ കാലഘട്ടത്തിൽ ഫോറിനർ എന്ന് നമ്മൾ കരുതിയിരുന്നത് എങ്ങനെയുള്ളവരെയാണ് ഫോറിനർ എന്ന് കരുതിയിരുന്നത്? നമ്മൾ എങ്ങനെയുള്ളവരാണ് ഫോറിനർ? ദ ടേം ഫോറിനർ വാസ് യൂസ്ഡ് ഫോർ എനി സ്ട്രേഞ്ചർ ഹു അപ്പിയർഡ് സേ ഇൻ എ ഗിവൺ വില്ലേജ്. ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിൽ വരുന്ന ആളിനെ പോലും നമ്മൾ ഫോറിനറായി കരുതിയിരുന്നു. someone who was not a part of that society or culture. എന്താണ് അവരെ കരുതിയിരുന്നത്? അവരെ ആ സൊസൈറ്റിയുടെ ഭാഗമായി കണ്ടിരുന്നില്ല. എന്നുവെച്ചാൽ എന്താണ്? അവർ പുറത്തുനിന്ന് വന്നവരായതുകൊണ്ട് അവരുടെ സംസ്കാരവുമായിട്ട് ചേരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ വിദേശി എന്നുള്ള രീതിയിലാണ് കരുതിയിരുന്നത്. ഓക്കെ, താങ്ക് യു.